അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിൽ ജനം നട്ടം തിരിയുകയാണെന്ന് വാർത്ത. നിർമ്മാണം നടക്കുന്ന പാതയോരങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നു. കുഴികൾ നിറഞ്ഞ പാതയിൽ അപകടവും തുടർക്കഥയാകുന്നു. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ എലിവേറ്റഡ് ഹൈവേ 6 വരി പാത അരൂർ തുറവൂർ ആകാശപാതയ്ക്ക് വിശേഷണങ്ങൾ നിരവധിയാണ്. പക്ഷേ നിർമ്മാണം തുടങ്ങിയ നാൾ മുതൽ ഇവിടെ യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങളും ഏറെയാണ്. അരൂർ തുറവൂർ ഉയരപ്പാതയുടെ അവസാനഘട്ട നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുകയാണ്. സ്വപ്ന പദ്ധതിയാണെങ്കിലും നിർമ്മാണ സമയത്തുള്ള പാളിച്ചകൾ അനവധിയാണ്. ഗതാഗത കുരുക്കും അപകടങ്ങളും തുടർക്കഥയാവുകയാണ്. നിർമ്മാണം നടക്കുന്നിടത്തെ ഇരുവശത്തുമുള്ള റോഡുകൾ വീതി കുറഞ്ഞും പൊട്ടിപ്പൊളിഞ്ഞും കിടക്കുന്നു. മഴക്കാലമായാലുണ്ടാകുന്ന വലിയ വെള്ളക്കെട്ട് യാത്രക്കാർക്ക് സൃഷ്ടിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ്. 150-ൽ മേൽ ആളുകൾ ഇപ്പോൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ധാരാളം ആളുകൾ മരിക്കാൻ സാധ്യതയുണ്ട്. അവർക്ക് യാതൊരു ശ്രദ്ധയില്ലാത്ത രീതിയിൽ ആണ് ഈ റോഡിൻ്റെ നിർമ്മാണം കൊണ്ടുപോകുന്നത്. റോഡിൻ്റെ ഈ സർവീസ് റോഡിൻ്റെ പണി ആദ്യം തീർത്തിട്ട് വേണം മേൽപ്പാലം പണി തുടങ്ങേണ്ടത്. പക്ഷേ അതൊന്നും ചെയ്യാതെ ഇങ്ങോട്ട് വന്ന് കുഴിച്ച് എല്ലാം പെട്ടെന്ന് തന്നെ അവർ ഇവിടെ പണിയങ്ങാണ്ട് നീക്കി. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നടക്കാത്ത രീതിയിൽ ഒരുപാട് ബ്ലോക്കാണ്. ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കുക. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവർ പകരം യാത്രാ സംവിധാനം അല്ലെങ്കിൽ മാർഗങ്ങൾ ഉണ്ടാക്കിയിട്ട് വേണ്ടേ ഇതിന് ചെയ്യേണ്ടത്. കുഴികൾ കഴിഞ്ഞ ദിവസം ഞാനൊന്ന് വീണായിരുന്നു. വീണെന്ന് വെച്ചാൽ കാല് കുത്തിയിട്ട് എത്തിയില്ല. ബസ്സുകാരും ആരും നമ്മളെ ടൂ വീലറുകാരെ ശരിക്കും പറഞ്ഞ മൈൻഡുള്ളവർ. ഓട നിർമ്മാണത്തിലെ പാളിച്ചയും ജനം ചൂണ്ടിക്കാണിക്കുന്നു. മഴ ഒഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് വെള്ളക്കെട്ടൊഴിവാക്കി റോഡ് നിർമ്മാണം നടത്താമെന്ന് പറഞ്ഞെങ്കിലും അതും പാഴ്വാക്കായി. മഴ മാറിയിട്ട് ഒത്തിരി ദിവസം എന്നിട്ട് ഇവർ ചെയ്യുന്നില്ല. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കമ്പനിക്ക് ഭയങ്കര ധാർഷ്ട്യമാണ്. ഇവർ ഇപ്പോൾ ഈ മണ്ണൊക്കെ ഇവിടെ കോരിയിട്ട് ഇവർക്ക് ഇത് എടുത്തുകൊണ്ട് പോകാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അത്രയും കൂടി സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. പണി തുടങ്ങിയിട്ട് തന്നെ വെള്ളം പോകാനുള്ള വഴിയെല്ലാം അടഞ്ഞുപോയി. വലിയ കണ്ടെയ്നർ വാഹനങ്ങളും ഈ റോഡിലൂടെ കടന്നുപോകുന്നത് ഇരുചക്ര വാഹനങ്ങൾക്കടക്കം ഭീഷണിയാകുന്നുണ്ട്. അപകടങ്ങൾ ഒഴിവാക്കാൻ പ്രാദേശിക ട്രാഫിക് നിയന്ത്രണ സംവിധാനമടക്കം വേണമെന്നും റോഡ് സുരക്ഷ ഓഡിറ്റ് വേണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. വികസനത്തിന് പൊതുജനം ഒരു തടസ്സമല്ല. പക്ഷേ ഈ വികസനമെല്ലാം സാധാരണ ജനങ്ങളുടെ ജീവനും സുരക്ഷയും ഉറപ്പുവരുത്തിയാകണമെന്ന് മാത്രം. ക്യാമറമാൻ അനുവിനൊപ്പം സൂര്യശ്രീ, 24 കൊച്ചി.